ഇവിടെ ഇനി നീ വരില്ലെന്ന് വാക്ക് പറഞ്ഞല്ലേ? ആ, വരേണ്ടി വന്നു. എനിക്കൊരു 10,000 രൂപ ഇവിടെ കിട്ടിയേ പറ്റൂ. എന്റെ അടുത്തൊരു ചില്ലി കാശില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കട ഒഴിപ്പിച്ച് കിട്ടാൻ നിനക്ക് ഞാൻ 5,000 തരാന്ന് പറഞ്ഞു. എന്നിട്ടോ നീ എന്റെ കയ്യിൽ നിന്ന് 25,000 പിടിച്ചു വാങ്ങിയില്ലേ? അതൊക്കെ ശരി തന്നെ. എനിക്കിപ്പോ 10,000 രൂപ കിട്ടിയേ പറ്റൂ. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? ഇറങ്ങി പോടാ. മര്യാദയ്ക്ക് സംസാരിക്കണം. തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ എടുത്തോളാം. അതിൽ കാണുമല്ലേ? തുടരുത്. അയ്യോ കള്ളൻ, കള്ളൻ, അയ്യോ കള്ളൻ, പിടിച്ചോടെ, അവനെ പിടിച്ചോടെ, കള്ളൻ, പിടിച്ചോടെ. My God. അവൻ കുത്തിയതാണോ? കുഴപ്പമില്ല, മരിക്കാൻ മാത്രമുള്ള മുറിവില്ല. അങ്ങനല്ല, ഞാനൊരു ഡോക്ടറാണ്. മനസ്സിലായി. വേണ്ട ഡോക്ടർ, ഈ പണം എത്രയും വേഗം പിഷാരടി മാഷിന്റെ വീട്ടിൽ എത്തിച്ചാൽ മതിയായിരുന്നു. അയാളുടെ മകൻ ബോംബെയിൽ നിന്ന് അയച്ചതാ. ഒരാഴ്ചയായി മണി ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ പണമാണ് ആ പെരുങ്കള്ളം തട്ടിപ്പറിക്കാൻ നോക്കിയത്. നാളെ അയാളുടെ മകളുടെ വിവാഹമാ. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. എനിക്ക് വയ്യ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കുവോ? ആദ്യം നമുക്ക് ആശുപത്രി പോകാം. എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാള് പോരെ? അത് ശരിയാ. ഡോക്ടർ ഇയാൾ ആശുപത്രിയിൽ എത്തിക്കൂ. പണം ഞാൻ എത്തിക്കാം. മേൽവിലാസം ഞാൻ പറഞ്ഞുതരാം. KN പിഷാരടി, KN ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. ഓക്കെ. KN പിഷാരടി, KN ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളി. ടവലൊന്ന് വിരിച്ചേ. ഭദ്രമായിട്ട് സൂക്ഷിച്ചോണേ. ശരി. നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണല്ലോ. പോകുന്ന വഴിക്ക് കള്ളം സംഘം ചേർന്ന് നിങ്ങളെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും? കാശ് മുഴുവൻ പോയില്ലേ? കാശ് ഇങ്ങോട്ട് നിങ്ങളുടെ കാശുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ വെക്കണം. ആരും കാണാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? ഓക്കെ. ആ ഉണ്ടെന്നേ. അങ്ങനെ പോയിക്കോളൂ. എന്താ സാർ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കുള്ളൂ? നമ്മുടെ നാട്ടിലെ മണ്ടന്മാരുടെ എണ്ണം കൂടിയത് ഓർത്ത് ചിരിച്ചു പോയതാ. ദേ കണ്ടില്ലേ? എന്റെ ഈശ്വരാ, എന്റെ പണം പോയല്ലോ. എന്റെ പണം, എന്റെ പണം പോയല്ലോ. എന്റെ പണം പോയല്ലോ. വണ്ടി തിരിച്ചു വിടാൻ. രാവിലെ ജലപാനം കഴിക്കാതെയായിരുന്നു ആൾമാറാട്ടം.
വല്ലാത്ത ക്ഷീണം. നിനക്ക് ക്ഷീണമില്ലേ? ഒരു കത്തി ഊരടാ. അയ്യ, ആ ഗോതമ്പ് അങ്ങ് എടുത്തേളാ. ഇനി ആ പൊതി കഴിച്ച് അവന്റെ രൂപ എത്ര ഉണ്ടോ നോക്ക്. നമ്മുടെ 5. ഒരു ചവിട്ട് മുഖത്ത് കനത്തൊരിടി, മുൻവശത്ത് പല ഇളകിപ്പോയി. പുറവശത്തുള്ളതുകൊണ്ട് ജീവിച്ചോ. സ്ഥലം വിട. എന്തായാലും നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലോ പ്രേമ. ആ, ആദ്യം 200 തന്നിട്ടുണ്ട്, 200. ഓക്കെ. പോക്കോ പോക്കോ. മിസ്റ്റർ പ്രേംകുമാർ, ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. തിരിച്ചറിയുന്ന പലരെയും പലയിടത്തും വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. 1 മാസമല്ലേ ടൗണിൽ കളി തുടങ്ങിയിട്ട്. ഇനി റിസ്കാ. ഞങ്ങൾ ഉടനെ സ്ഥലം വിടുവേ. അയ്യോ, അപ്പൊ ഞാന് അല്ല, തനിക്കിവിടെ ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ സ്വതന്ത്രന്മാരാ. ഞങ്ങൾ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് പറക്കും. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ. അയ്യോ, അവന്മാരെന്നെ പറ്റിച്ച് ഓടിവായോ, നാട്ടുകാരെ ഓടിവായോ. അവന്മാരെന്നെ പണം പറ്റിച്ചു, എന്റെ പണം പറ്റിച്ചു കളഞ്ഞേ. എനിക്ക് ആരാന്നറിയില്ല എനിക്ക്. എനിക്കറിയില്ല ആരാന്നുള്ള. അവന്മാര് പറ്റിച്ചല്ലേ, എന്നെ പറ്റിച്ച അവന്മാര്. എന്താ ബഹളം? നിന്നെ തപ്പി തരടാ ഞാൻ നടന്നേ. സാർ, എനിക്കൊന്നും അറിയില്ല. നിന്നെ ഞാൻ അന്വേഷിച്ചിറക്കാൻ തുടങ്ങി കാലം കുറയായി. കോളേജ് പിള്ളേർക്ക് കഞ്ചാവ് വിറ്റും ചന്ത ചാരായ കച്ചവടം നടത്തി കട്ടും മോട്ടിച്ച് നടക്കുന്ന നിന്റെ വേലത്തറി ഞാൻ നടത്തൂല. നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതട്ടാ നിന്നെ. അവന്മാരാണ് എന്റെ പണം തട്ടിയത്. പാച്ചന് പറയുമോ? റാസ്കൽ, കൊല്ലും നിന്നെ. സാർ, പിടികിട്ട പുള്ളി ഒരാളെ കിട്ടി സാർ. അല്പം ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നു. ഇനി എന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ പോകുന്നത് ഈ പാച്ചനും പരമനും വേണ്ടിയാണ് സാർ. അവർ ഈ നഗരത്തിലുണ്ട്. തന്നോട് ആര് പറഞ്ഞു? ആരും പറയണ്ട സാർ. കമ്പ്യൂട്ടർ ഘടിപ്പിച്ച റഡാറാണ് ഈ ബുദ്ധിയിൽ.